MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വെള്ളരിക്ക പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ഇതിനായി 300 ഗ്രാം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 കപ്പ് തേങ്ങ ചിരവിയത്, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തൈര് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടയൊക്കെ ഒരു വിസ്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഈ കറിച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഈ വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക, കുമ്പളങ്ങ, ഏത്തക്ക, പിന്നെ ഏത്തപ്പഴം, മാമ്പഴം അതൊക്കെ കൊണ്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. ഇത് നെടുകെ പിളർന്നാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. വെള്ളരിക്കൊക്കെ അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന്റെ അരപ്പ് തയ്യാറാക്കാം. ഈ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജീരകം ചേർക്കാം. ഇനി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരയണം. വെള്ളരിക്ക ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. അരപ്പിന്റെ പച്ച ചുവയൊക്കെ നന്നായി മാറണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ നന്നായി ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഇതിലേക്ക് തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കടുക് വറുത്തിടാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതിനി കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്